നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വിളിച്ചറിയിച്ച് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടികയറ്റി. മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. ടോൾ ഫ്രീ നമ്പർ 1962 വിളിക്കാം. പാലിക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് 28-ന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ മണിക്കൂറുകൾക്ക് ശേഷം ഉത്തരവ് സ്റ്റേ ചെയ്തതായി ഉത്തരവിട്ടു. മണ്ണുത്തി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കൊടികയറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് പുറമെ 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടികയറി. പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ലാലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. അവകാശപ്രകാരം ആദ്യം കൊടിയേറിയത് ലാലൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലാണ്. തുടർന്ന് പൂരാഘോഷം ആവേശത്തിൽ ഉയർത്തി ശ്രീ തിരുവമ്പാടി ക്ഷേത്രത്തിലും കൊടികയറി. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം മാവില, ആലില എന്നിവ കൊണ്ട് അലങ്കരിച്ച കവുങ്ങ് മരത്തിൽ തീർത്ത കൊടിമരത്തിൽ ക്ഷേത്രം ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളും ദേശക്കാരും ഭക്തജനങ്ങളും ചേർന്ന് കൊടിയേറ്റി. മന്ത്രി കെ രാജൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TS സുന്ദർ മേനോൻ, ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, കമ്മിറ്റി അംഗം തിരുവമ്പാടി ശശിധരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രത്തിനകത്ത് 3 ആനപ്പുറത്തുള്ള ചെറുപൂരവും നടന്നു. തുടർന്ന് 2 മണിക്ക് 5 ആനപ്പുറത്ത് തിരുവമ്പാടി ഭഗവതി വടക്കുംനാഥനിലേക്ക് എഴുന്നള്ളി. അതേസമയം ഭക്തരെയും ദേശക്കാരെയും ആവേശത്തിലാഴ്ത്തി പാറമേക്കാവ് വിഭാഗത്തിന്റെ കൊടിയേറ്റം 12:30-നുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു. പ്രത്യേക പൂജകൾക്ക് ശേഷം പാറമേക്കാവ് ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളും ദേശക്കാരും ഭക്തജനങ്ങളും ചേർന്നാണ് കൊടിയേറ്റിയത്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, ദേവസ്വം ഭാരവാഹികൾ, മന്ത്രി കെ രാജൻ, A നാഗേഷ്, ദേശക്കാർ, ഭക്തജനങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് 5 ആനപ്പുറത്തുള്ള ഭഗവതിയുടെ വടക്കുംനാഥനിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. പാറമേക്കാവ് ദേവസ്വം കൊമ്പൻ കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകി. കൊടിയേറ്റത്തിന്റെ ഭാഗമായുള്ള പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് 2 മണിക്കും തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് 4 മണിക്കും വടക്കുംനാഥ ക്ഷേത്രം മൈതാനിയിൽ നടന്നു. തുടർന്ന് പാറമേക്കാവ് ഭഗവതിയുടെ ആറാട്ട് കൊക്കർണിപ്പറമ്പിലെ ചന്ദ്രപുഷ്കരണിയിലും തിരുവമ്പാടി ഭഗവതിയുടെ ആറാട്ട് ബ്രഹ്മസം മഠത്തിലെ പടിഞ്ഞാറെ ചിറയിലും നടന്നു. രാവിലെ മുതലുള്ള വ്യത്യസ്ത മുഹൂർത്തങ്ങളിൽ ഘടക ക്ഷേത്രങ്ങളായ ലാലൂർ കാർത്യായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം, നെയ്തലക്കാവ്, ചെമ്പുക്കാവ്, ചൂരക്കാട്ടുകര, കണിമംഗലം, പൂക്കാട്ടിക്കര, പനമുക്കുംപള്ളി എന്നിവിടങ്ങളിലും കൊടിയേറി. വരും ദിവസങ്ങളിലും പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും വിവിധ ചടങ്ങുകൾ നടക്കും. മെയ് 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം.
തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തെ നിയന്ത്രിക്കാൻ പോലീസിനൊപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും 23ാമത് തൃശൂർ സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പും 81ാമത് റേഞ്ചർ ടീമും സംയുക്തമായാണ് തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ട്രാഫിക് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. ട്രാഫിക് നിയന്ത്രണ പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ മറ്റ് സംഘടനകൾക്ക് മാതൃകയാണെന്ന് മേയർ MK വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. DU രോഹിത് നന്ദകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രാഫിക് SI VG ലീല ഗോപൻ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. പ്രസ് ക്ലബ് സെക്രട്ടറി MB ബാബു, പ്രൊഫസർ EU രാജൻ, OF ജോയ്, CI തോമസ്, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൗട്ട് VS ഡേവിഡ്, റിട്ടയർഡ് SI ചന്ദ്രാനന്ദൻ, സീനിയർ റോവർമേറ്റ് ദീപു ഉണ്ണികൃഷ്ണൻ, മധുമിത, അനുമോൾ ചന്ദ്രൻ, ഹരിത സുരേഷ്, ജയ്മോൻ, അജിത്, സനൽ എന്നിവർ നേതൃത്വം നൽകി. അതിന്റെ ഭാഗമായി നമുക്ക് പല പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കാറുണ്ട്. നമുക്കറിയാം, ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇവിടെ വരുന്ന ജനങ്ങളെയും അതുപോലെ തന്നെ വാഹനങ്ങളെയും നിയന്ത്രിക്കുക. ഏകദേശം 4000-ഓളം പോലീസുകാരെ നിലനിർത്തിക്കൊണ്ടാണ് തൃശൂർ പൂരം ഇക്കുറി മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും നമ്മുടെ ട്രാഫിക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടറിയിക്കുന്ന സാഹചര്യത്തിലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് രംഗത്ത് വരുന്നത്. എല്ലാ വർഷവും സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഇതുപോലെയുള്ള പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കുറിയും അവരുടെ ആ സഹായവും അതുപോലെ സഹകരണവും ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ സഹായം എന്ന് പറഞ്ഞാൽ ഇന്ന് 3 മണി മുതൽ തുടങ്ങി വൈകിട്ട് 6 മണി വരെ അവർ രംഗത്തുണ്ടാകും. ഏത് തരത്തിലാണ് പോലീസിന്റെ ഓർഡർ അനുസരിച്ച് ഏത് തരത്തിലുള്ള സഹായമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി സ്കൗട്ട് ആൻഡ് ഗൈഡ് രംഗത്തുണ്ട്. തൃശൂരിന്റെ സ്വന്തം അഹങ്കാരമായി നിൽക്കുന്ന തൃശൂർ പൂരം ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്നും ഏകദേശം 14-15 ലക്ഷം ജനങ്ങൾ വരുന്നതാണ്. അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് തൃശൂർ ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ സഹായഹസ്തമായിട്ടാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തൃശൂർ പൂരം ഭംഗിയാക്കും. മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അനുവദിച്ചതായി മന്ത്രി K രാജൻ. ഒല്ലൂക്കര നിയോജക മണ്ഡലത്തിലെ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ പാണഞ്ചേരി മൃഗാശുപത്രിക്ക് കീഴിലായി മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അനുവദിച്ചതായി സ്ഥലം MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ K രാജൻ അറിയിച്ചു. ക്ഷീര കർഷകർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ വാതിൽപ്പടി സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ സഹകരണത്തോടെ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ഈ യൂണിറ്റിന്റെ സേവനം ആവശ്യമായ ഘട്ടങ്ങളിൽ കർഷകർക്ക് 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. രാവിലെ 6 മുതൽ വൈകുന്നേരം 5 വരെയാണ് പ്രവർത്തന സമയം. മരുന്നുകളടക്കം പദ്ധതിയുടെ ഗുണം കർഷകർക്ക് 100% ഉറപ്പാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണം വാർഷിക പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പാലിക്കര ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ജില്ലാ കളക്ടർ 28-ന് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദ് ചെയ്ത് കളക്ടർ വീണ്ടും ഉത്തരവിട്ടു. ദേശീയപാത 544 മണ്ണുത്തി ഇടപ്പള്ളി റോഡിൽ പലയിടത്തും അടിപ്പാത നിർമ്മാണം മൂലം കനത്ത ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. കളക്ടറുടെ ഈ ഉത്തരവിനെതിരെ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മണ്ണുത്തി ഇടപ്പള്ളി റോഡിലെ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനാണ് 28-ന് കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ ഉത്തരവിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം ഗതാഗതക്കുരുക്ക് എങ്ങനെ ഒഴിവായി എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്നതാണ് നാട്ടുകാരെ വിഷമിപ്പിച്ച പ്രശ്നം. നിബന്ധനകളും 50% പോലും പാലിക്കാതെ ടോൾ പിരിവ് യഥേഷ്ടം നടക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യത്താണ് നടക്കുന്നത് എന്നത് ലജ്ജാകരം തന്നെയാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഇതൊരു അപമാനം തന്നെ എന്നതിൽ രണ്ട് പക്ഷമില്ല. ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ധർണ നടത്തി. മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് നടത്തിയ ധർണയിൽ മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റ് ബാബു CA അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിഹാബ് KA യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ട്രഷറർ മുരളീധരൻ PG നന്ദി പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും യൂത്ത് വിംഗ് അംഗങ്ങളും വ്യാപാരികളും വ്യവസായികളും പരിപാടിയിൽ പങ്കുചേർന്നു.
ICSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ 100% വിജയം കൊയ്ത് മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ചരിത്രം ആവർത്തിച്ചു. ആദ്രിജ MS 98.6% ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ലിസ്ബൽ വിറ്റോ 2ാം സ്ഥാനവും ബദറിനാഥ് വിനോദ് 3ാം സ്ഥാനവും പങ്കിട്ടു. ICSE 12ാം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ 100% വിജയം കൈവരിച്ചു. ശ്രേയ അജു കൊമേഴ്സ് വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ശ്രേയ അജു കൊമേഴ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും ബ്രിവിൽ സിബി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 2ാം സ്ഥാനവും PJ വിശാൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തൃശൂർ പൂരം എക്സിബിഷൻ 2025 ഭാഗമായി സജ്ജീകരിച്ച ഇലക്ഷൻ പവലിയൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇലക്ഷൻ ഓഫീസും തൃശൂർ സീപ്പും ചേർന്നാണ് ഇലക്ഷൻ പവലിയൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇലക്ഷൻ ആർക്കൈവുകൾ, ഇന്ത്യൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സുപ്രധാന വ്യക്തിത്വങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഫോട്ടോ എക്സിബിഷൻ, ഇലക്ഷൻ ബോധവൽക്കരണ ഡെസ്ക്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഡെസ്ക്, വോട്ടർ രജിസ്ട്രേഷൻ ഡെസ്ക്, 2024 ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് റീക്യാപ്പ് വിഷയമായ ഡിജിറ്റൽ എക്സിബിഷൻ, ഇലക്ഷൻ ബോധവൽക്കരണ മത്സരങ്ങൾ എന്നിവ പവലിയനിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ തലേദിവസമായ മെയ് 5 വരെ പവലിയൻ പ്രവർത്തനം തുടരും. ഡെപ്യൂട്ടി കളക്ടർ കൃഷ്ണകുമാർ, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ മനോജ് R എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒല്ലൂർ ഏരിയ വേനൽ തുമ്പി ബാലസംഘം കലാജാഥയ്ക്ക് പുത്തൂരിൽ സ്വീകരണം നൽകി. ഒല്ലൂർ, പുത്തൂർ, പാലിയക്കര, കല്ലൂർ എന്നിവിടങ്ങളിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. സാമൂഹ്യ വിഷയങ്ങളും സമകാലിക സംഭവങ്ങളും സൗഹൃദത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം പകർന്നാണ് കലാജാഥ സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിനെതിരെയും രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ചിന്തകൾക്കെതിരെയുമുള്ള പ്രതിരോധം തീർത്തുകൊണ്ടാണ് വേനൽ തുമ്പി ബാലസംഘം കൂട്ടുകാർ സഞ്ചരിക്കുന്നത്. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടിയിൽ CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി KA സുരേഷ്, MA ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്നു. കലാജാഥയെ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചെത്തുപിടിക്കാൻ കരങ്ങൾ നമ്മൾ നീട്ടുമ്പോൾ ആരാണിരാണക്കൈ തട്ടിയകറ്റാൻ നോക്കുന്നു. മാറ്റുള്ളൊരു മുന്നേറ്റത്തിൻ പടവുകൾ നമ്മൾ ഉയർത്തുമ്പോൾ ആരാണിരാണപ്പടവുകൾ തച്ചു തകർക്കാൻ നോക്കുന്നു. പീഡിതരെ ചെത്തുപിടിക്കാൻ കരങ്ങൾ നമ്മൾ നീട്ടുമ്പോൾ ആരാണിരാണക്കൈ തട്ടിയകറ്റാൻ നോക്കുന്നു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്
ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ആർ ഗണേശൻ മാസ്റ്ററുടെ 22ാം അനുസ്മരണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും വിക്ടറി ITI തൃശൂർ, ഒല്ലുകര, കീരംകുളങ്ങര ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നേതൃത്വത്തിൽ IMAയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒല്ലുക്കര വിക്ടറി ITIയിൽ വെച്ച് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 190ഓളം വിദ്യാർത്ഥികളാണ് രക്തദാനം ചെയ്തത്. വിക്ടറിയുടെ വിവിധ അനക്സുകളായ എടപ്പാളും ഇരിങ്ങാലക്കുടയിലും കഴിഞ്ഞ 2 ദിവസങ്ങളായി IMAയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ പ്രശാന്ത് മേനോൻ, പ്രണവം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാമചന്ദ്രൻ, പ്രസിഡന്റ് സുരേഷ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ആർ ഗണേശൻ മാസ്റ്ററുടെ 22ാം അനുസ്മരണമാണ് നാളെ മെയ് 1 ഉള്ളത്. അതിനോടനുബന്ധിച്ച് വിക്ടറിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ IMA ആയിട്ട് സംയോജിച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. തിങ്കളാഴ്ച എടപ്പാട് നടന്നു കഴിഞ്ഞു, ഇന്നലെ ഇരിഞ്ഞാലക്കുട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു. ഇന്ന് ഇവിടെ വിക്ടറി ITIയുടെ ഒല്ലൂക്കര, കീരംകുളങ്ങര, തൃശ്ശൂർ അനക്സിലെ വിദ്യാർത്ഥികളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് നിലവിൽ 190ഓളം വിദ്യാർത്ഥികളാണ് രക്തദാനത്തിന് അവർ സമ്മതം എഴുതി തന്നിരിക്കുന്ന കുട്ടികൾ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിലെ കുട്ടികൾക്ക് ബ്ലഡ് ഡൊണേഷന് ഒരു വിമുഖത നിൽക്കുന്നുണ്ട്. അത് മാറി ഇത്രയും കുട്ടികൾ ഇങ്ങനൊരു ക്യാമ്പിന് വരിക എന്ന് പറയുന്നത് തന്നെ വിക്ടറിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 190ഓളം കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. IMAയുടെ എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ ഒരു 17-18 വർഷമായിട്ട് ഇത് നമ്മൾ നടത്തിക്കൊണ്ട് വരാറുണ്ട്. രാജഗോപാൽ സാറിൻ്റെ നേതൃത്വത്തിൽ, ബലഗോപാൽ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളിത് എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. എല്ലാ വർഷവും IMAയുടെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷനുള്ള അവാർഡ് വിക്ടറിക്ക് ലഭിക്കാറുള്ളതും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇതിലെത്തിച്ചേർന്ന എല്ലാവരും വലിയൊരു സന്തോഷത്തോടു കൂടിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പ്രണവം സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി, അതേപോലെ തന്നെ ഏഴരക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് സുരേഷ്, അതേപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകർ ഓരോരുത്തരും ഇവിടെയുണ്ട്, ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ന് അവരെല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം അറിയിക്കുക. ഇന്ന് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്യാമള മുരളീധരനാണ്. മാഡത്തിനെയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു. പിന്നെ സ്ഥാപകനായ ശ്രീ ഗണേശൻ മാസ്റ്ററുടെ ഓർമ്മ ദിനം നാളെയാണ്. അതിനോടനുബന്ധിച്ച് വിക്ടറി ITIയിൽ എല്ലാ വർഷവും വളരെ ഒരുപാട് കുട്ടികൾ IMAയുടെ രക്തം കൊടുത്തുകൊണ്ട് ഇവിടെ നടത്തി വരാറുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നാളെ 8:30ക്കാണ് നമ്മുടെ പുഷ്പാർച്ചന. ഈ ദിവസം ഗണേശൻ മാഷെ ഓർത്തുകൊണ്ട് ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തായിരുന്നു. മണ്ണുത്തി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനമായ ബുധനാഴ്ച രാവിലെ മുതൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ പെരുമ്പടപ്പ് വൈദികൻ ഋഷികേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി ഹരിഗിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രാവിലെ 8:30 മഴയന്നൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി വരവ് ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രാങ്കണത്തിലെത്തി സമാപിച്ചു. വൈകിട്ട് കളഭ ചാർത്തോടുകൂടി വിശേഷാൽ ദീപാരാധന, കാവടി, നാദസ്വരം, തമ്പോലം എന്നിവയുമുണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുജിത് KS, രാഹുൽ KP, സൂരജ് VS, സുരാഗ് IS, മിഥുൻ BM, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിരുന്നു.
പ്രമുഖ CPM നേതാവും കർഷക സംഘത്തിന്റെ മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗവും ആശാരിക്കാട് ബാങ്ക് പ്രസിഡന്റുമായ അന്തരിച്ച KA ഗോപാലന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കണ്ണാറ സംഘം ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി സഹകരണ ബാങ്ക് പണികഴിപ്പിച്ച KN ഗോപാലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും ചടങ്ങിൽ നടത്തി. സംഘം പ്രസിഡന്റ് EM വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ഓത്തോട്ടിൽ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നാടിന്റെയും കർഷകരുടെയും സഹകരണ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് മരണം വരെയും നിരന്തരമായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്ത ഉത്തമ പൊതുപ്രവർത്തകനായിരുന്നു KN ഗോപാലൻ എന്ന് അനുസ്മരണ യോഗത്തിൽ MM വർഗീസ് പറഞ്ഞു. KN ഗോപാലന്റെ ഭാര്യ രാധയെ ചടങ്ങിൽ ആദരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഗോപാലനുമായിട്ട് എനിക്ക് മാത്രമുള്ളൊരു അനുഭവമല്ല, ഇവിടെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നിരവധി വർഷക്കാലമായിട്ടുള്ള പരിചയവും ബന്ധവും അടുപ്പവും സ്നേഹബന്ധവും എല്ലാം ഏതർത്ഥത്തിലും ഇടപഴകിയുള്ള നല്ല ബന്ധങ്ങൾ ഗോപാലനുമായി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എന്ന് എനിക്ക് നൽകുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. നിരവധി വർഷക്കാലത്തെ പരിചയമുണ്ട്. ആ പരിചയം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നല്ല ആത്മബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പരിചയവും ബന്ധവുമായിരുന്നു എന്ന് ഏതുപോലും അല്പം പോലും അതിശക്തിയില്ലാതെ എനിക്ക് പറയാനായിട്ട്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പേരക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. തളിക്കുളം എടശ്ശേരി സ്വദേശി കാട്ടിനക്കുന്ന് വീട്ടിൽ ബാബു എന്നയാളാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ പരിക്കേറ്റ ബാബു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. പ്രതി സലീഷിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ്, രാജ്കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അലി, അമൽ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ റിമാൻഡിൽ. പ്രതികളായ കല്ലൂർ മാവൻചുവട് സ്വദേശി ജിത്തു എന്ന ജിത്തൻലാൽ, നസ്മൽ, മിഥുൻ എന്ന കുട്ടൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ, ലിയാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിതീഷ്, പ്രശാന്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഒറീസയിൽ നിന്നും കടത്തിയ കഞ്ചാവുമായി യുവാവ് റിമാൻഡിൽ. പിടിച്ചെടുത്തത് 1.885 കിലോഗ്രാം കഞ്ചാവ്. വിൽപ്പനയ്ക്കായി രഹസ്യമായി കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവിനെ പ്രത്യേക വാഹന പരിശോധനയിലാണ് പിടികൂടിയത്. മാള മടത്തുംപടി സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ജസ്റ്റിൻ എന്ന യുവാവാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ റൂറൽ പോലീസ് മേധാവി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷിന്റെ നേതൃത്വത്തിലാണ് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവ്, റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, അഡീഷണൽ SIമാരായ ഹരിശങ്കർ പ്രസാദ്, ജെയിൻ ജോസഫ്, സീനിയർ CPOമാരായ രതീഷ് PK, സുരേഷ് CR, N പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് യുവാവിനെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്തത്. പോക്സോ കേസിൽ 29 വർഷത്തെ കഠിന തടവിനും 2,75,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പ്രതി ചൊവ്വര വെള്ളരപ്പള്ളി ദേശത്ത് പൂവേലി വീട്ടിൽ ജോണിയെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 3 കേസുകളിലായി 29 വർഷത്തെ കഠിന തടവിനും 2,75,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പരിചമുട്ട് കളി അധ്യാപകനായ ജോണി 4 ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായി കണ്ടെത്തി.
സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. കൊരട്ടി സബ് ഇൻസ്പെക്ടർ PB ബിന്ദുലാൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ചിത്തിര VR ഏകോപിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം വിളിച്ചറിയിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടികയറ്റി. മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അനുവദിച്ചതായി മന്ത്രി K രാജൻ. ടോൾ ഫ്രീ നമ്പർ 1962 വിളിക്കാം. പാലിക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് 28-ന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ മണിക്കൂറുകൾക്ക് ശേഷം ഉത്തരവ് സ്റ്റേ ചെയ്തതായി ഉത്തരവിട്ടു. മണ്ണുത്തി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.